ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഖജനാവിൽ, സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന്. ധനകാര്യമന്ത്രിക്ക് വലിയ വിഷമമായി. അദ്ദേഹം ബജറ്റിലൂടെയാണ് അതിന് മറുപടി നൽകിയത്. ഞാനത് പറയാൻ കാരണം, എൻ്റെ വീട്ടിൽ പൂച്ചയുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, ഈ പ്രസവം വരുന്നതിന് മുമ്പ് പൂച്ച 2 ദിവസം ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ നടക്കും, പരിഭ്രാന്തിയായിട്ട്. അവസാനം ആളൊഴിഞ്ഞ ആരോരുമില്ലാത്തൊരു സ്ഥലം കണ്ടെത്തി പൂച്ച പ്രസവിക്കും. കേരളത്തിൽ ഇപ്പോൾ ഒരു പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല സ്ഥലം ബാലഗോപാലിൻ്റെ ഖജനാവ് തന്നെയാണ്. കാരണം അവിടെ ഒരു സാധനമില്ല. ഇന്ന് ജനകീയ ചർച്ചാവേളയിൽ ഞാനും KPCC പ്രസിഡന്റും ഇരിക്കുമ്പോൾ പാവങ്ങളാട്ടോ വന്നത്. സിനിമാ താരങ്ങളുണ്ടായിരുന്നില്ല, പൗരപ്രമുഖരുണ്ടായിരുന്നില്ല, പ്രമാണിമാരുണ്ടായിരുന്നില്ല. 6 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത ഭിന്നശേഷിക്കാർ, വാർദ്ധക്യം ബാധിച്ചവർ, ജീവിക്കാൻ നിവർത്തിയില്ലാത്ത പാവങ്ങൾ, അവരാണ് സങ്കടം പറഞ്ഞത്. കർഷകർ, കർഷക തൊഴിലാളികൾ, പലതരത്തിലുള്ള ആളുകൾ, വനാതിർത്തികളിൽ ജീവിക്കുന്നവർ, കർഷക സുഹൃത്തുക്കൾ, വന്യജീവി ആക്രമണം നേരിട്ടവർ, ഒരു പെൻഷനും കിട്ടാത്ത KSRTCക്കാർ, ഇങ്ങനെ സങ്കടങ്ങളുടെ പെരുമഴയായിരുന്നു, വിതുമ്പലായിരുന്നു, നിലവിളിയായിരുന്നു, വിഷമമായിരുന്നു. ഒന്നുമില്ലല്ലോ കയ്യിൽ, ഒന്നും കൊടുക്കാനില്ല. ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവും. നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങൾ പുല്ല് വെട്ടിയതിൻ്റെ കാശ് കൊടുത്താൽ ട്രഷറിയിൽ നിന്ന് പാസ്സാവോ? പാസ്സാവില്ല. ഒരു ഓട പണിതാൽ ആ ഓട പണിതതിൻ്റെ ബില്ല് ട്രഷറിയിൽ നിന്ന് പാസ്സാവോ? അപ്പം എന്താ കാര്യം? ഉച്ച കഞ്ഞിക്ക് കുഞ്ഞുങ്ങൾക്ക് പണം കൊടുക്കാൻ അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇപ്പം പറയുന്നത് SLC പരീക്ഷ നടത്താൻ പൈസ ഇല്ലെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു, സ്കൂളിൻ്റെ കഴുക്കോൽ ഊരണം, അത് വിറ്റിട്ടാണ് വേണം ഇനി പരീക്ഷ നടത്താൻ എന്ന്. ഒരു പൈസയില്ല. കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ പണമില്ലാത്ത സർക്കാർ, ഒരോട പണിയാൻ കാശില്ലാത്ത സർക്കാർ, അവരാണ് കേരളം ഭരിക്കുന്ന സർക്കാർ. കടക്കെണിയിൽ മുങ്ങി കേരളം തകരുകയാണ്. കഴിഞ്ഞ തുടർഭരണം കിട്ടിയതിൻ്റെ കഴിഞ്ഞ 1 വർഷം നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം എന്തൊക്കെയാണ്? 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, എല്ലാ സേവനങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച മാവേലി സ്റ്റോറിൽ എല്ലാ സാധനങ്ങളുടെയും വില 50% വർദ്ധിപ്പിച്ചു. രൂക്ഷമായ വിലക്കയറ്റം, ജീവിക്കാൻ നിവൃത്തിയില്ല. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ജപ്തി നോട്ടീസുകൾ ലക്ഷക്കണക്കിനാണ് പ്രവഹിക്കുന്നത്. കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെട്ട ഇതുപോലൊരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എത്ര വലിയ തകർച്ചയാണ്! പാവപ്പെട്ടവരുടെ ഗതാഗത സംവിധാനമായ KSRTC തകർന്നു. സപ്ലൈകോയിൽ ഒരു സാധനമില്ല. ഉണ്ടോ? വല്ലതുണ്ടോ? ഒന്നുമില്ല. വൈദ്യുതി ബോർഡ് തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. എല്ലാ ക്ഷേമനിധികളും തകർന്നു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 40,000 കോടിയാണ് കൊടുക്കാനുള്ളത്. മുഴുവൻ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല. 66 ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. കാർഷിക മേഖല മുഴുവൻ ദുഃഖത്തിലാണ്. റബ്ബറിന് വിലയില്ല, നാളികേരത്തിന് സംഭരണമില്ല, നെല്ല് സംഭരിച്ചതിൻ്റെ പണം കൊടുക്കില്ല. എല്ലാ വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരമില്ല. കൃഷിയിടങ്ങൾ മുഴുവൻ വന്യജീവി ആക്രമണത്തിൽ തകർന്നവ 7,000 പേർ നഷ്ടപരിഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. 1 രൂപ കൊടുക്കാനില്ല. ആശുപത്രിയിൽ പോയാൽ സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, പുറത്തേക്ക് എഴുതി തരുന്നു. എന്താ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അഴിമതി നടത്തി മുടിപ്പിച്ചു. അവിടെ 3 മാസമായി ടെൻഡറിൽ വിതരണക്കാർ പങ്കെടുക്കുന്നില്ല, സപ്ലൈകോയിൽ വിതരണക്കാർ പങ്കെടുക്കുന്നില്ല. നമ്മുടെ പദ്ധതി, കാരുണ്യ പദ്ധതി കാർഡുമായി ഇപ്പം ചെന്നാൽ ഏതെങ്കിലും ആശുപത്രി സ്വീകരിക്കുമോ? 1500 കോടിയാണ് ആശുപത്രികളിൽ ഈ സർക്കാർ കൊടുക്കാനുള്ളത്.